ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ നാളെ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. ഓക്കെ ഓക്കെ ഗായ്സ്, താങ്ക് യു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഗുരുവായൂർ പോവാ. അമ്മ അവിടെ. അമ്മ ഞാൻ പോട്ടെ. ബായ്. ഞാൻ കുഞ്ഞ് ബസ് കയറാൻ പോവാണ്. മറ്റേ KSRTC ബസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. കള്ളം പറയാൻ പാടില്ല. ശരി, ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവാ. ശരി, ടാറ്റ. ആ ചേച്ചി, ഞാനൊരു സ്ഥാപനത്ത് വർക്ക് ചെയ്തു. ആ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് അവരെ മീറ്റ് ചെയ്യുക, അതൊക്കെയാണ് പ്ലാനുകൾ. ബാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് അവിടെ ചെയ്യാം. ഓക്കെ ഗൈസ്, 5:20 അത് 4:30 ബസ്സുണ്ട്. ഞാൻ ഓടന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ 4:30 ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബസ്സാണ്. അത് മഞ്ചേരി 4:30 എത്തുള്ളൂ. മനസ്സിലായോ? അത് എനിക്കറിയില്ല. 6:30 വണ്ടി നടത്തും. അറിയോ? വണ്ടി അറിയോ? 6:30 വണ്ടി ഉണ്ടേ. അറിയോ നിങ്ങൾക്ക്? ഇല്ല. ഇതാണ് നമ്മൾ ഇന്ത്യ മോൾ കേട്ടോ ഗൈസ്. ഞാൻ വ്ളോഗ് കൂടി എടുക്കുന്നുണ്ട്. സംഭവം അതാണ്, വേറെ ഒന്നും നോക്കണ്ട. അതാണ്, വേറെ ഒന്നുമല്ല. എന്തൊക്കെയുണ്ട് പിന്നെ വാർത്തകള്? സുഖല്ലേ? ചാടിച്ചോ? നിങ്ങളേ ഡയബറ്റിക്സ് അല്ലേ? മനസ്സിലായി. എന്റെ അമ്മക്കും ഉണ്ട്. അമ്മയും കുടിക്കലൊന്നുമില്ല. ഉള്ള കാര്യം പറയല്ലോ. ശ്രദ്ധിക്കാതായാലും. ടേക്ക് കെയർ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. 5:30 ഇവിടെ എത്തുള്ളൂ എന്നോട് പറഞ്ഞേ. 4:30. അപ്പോ വണ്ടി എത്തിയിട്ടുണ്ടാവില്ല. അത് നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക്. ആയിട്ട് എത്തിയിട്ടില്ല, വണ്ടി എത്തിയിട്ടില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടാവും, കാരണം അത് പോകേണ്ട സമയമായിട്ടില്ല. എന്നാ ആ വണ്ടി തന്നെ ബുക്ക് ചെയ്ത വണ്ടിയാ. അതിനെയാണ്. എത്ര എങ്ങനെയതേ നിങ്ങളെത്താ? എങ്ങനെ നമ്മളാണല്ലേ? എന്നായിക്കോട്ടെ, ഞാൻ ഒരു മിനിറ്റ് കേട്ടെ. അങ്ങനെ കഴിച്ചു. ഇതാട്ടോ ഹരിപ്പാട് നമ്മളെ വണ്ടി ആണ് തോന്നുന്നുണ്ട്. എന്തായാലും കയറി നോക്കാം. എല്ലാം പോയി നോക്കാം, എന്താ അവസ്ഥ അറിയില്ല. പോയോട്ടെ. അപ്പോൾ അതാട്ടോ വണ്ടി. കയറി നോക്കട്ടെ. സീറ്റ് നമ്പർ 26 പോയി നോക്കാം. കയറി നോക്കട്ടെ. കയറി കേട്ടോ. സീറ്റ് നമ്പർ 26 47. ഇവിടെ 26 ആണ്. അപ്പോൾ ഞാൻ അവിടെ കഴിയുന്നു. ഇതാണ് വണ്ടി. വണ്ടിയൊന്നുമില്ല, വണ്ടിയിൽ ആരുമില്ല. ചാടിക്കാൻ വേണ്ടി പോയത്. മഞ്ചേരി കോൾഡ് ബസ്റ്റ് ഉണ്ടോ? കോൾഡ് ബസ്റ്റ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, ഞാൻ കുറച്ചായിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടച്ചോ പനി. അപ്പോൾ ഗുരുവായൂർ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഞാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങും, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് പറയാം. സമയം പറഞ്ഞല്ല, ഉറക്കം വരുന്നുണ്ടല്ലേ, കണ്ണൊക്കെ ചോർന്നത്. ഒന്നും പറയാല്ല. ഇങ്ങനെ ഒരു കവറും കൊണ്ട് ഇറങ്ങിയതാണ്. കഷ്ടകാലം തോന്നും. ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഷാറൊക്കെ ഉണ്ടല്ലോ. കോമഡി എന്താ വെച്ചാൽ രാവിലെ നീച്ചിട്ട് ഞാൻ പോരുള്ളൂ. ഓട്ടോക്കാരൊക്കെ അറിയാൻ 4:30 ചാടിച്ചു. എന്താ ശബ്ദം പാട്ടെ എവിടെയാണ് ഇവിടെ അന്തല്ലാതെ സൗണ്ട് തൊണ്ടവേന. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ രാവിലെ നീച്ചു പോകണം. അപ്പോൾ തൊണ്ട മീൻസ് ടോൺസിലൈറ്റിസ് പിടിച്ച്. അപ്പോൾ സൗണ്ടൊക്കെ പോയി. സൗണ്ടൊക്കെ നല്ല ആർക്കും മനസ്സിലാവാത്ത രീതിയിലായി. കഷ്ടം. എന്നാലേ ഒന്നും പറയാല്ല അവസ്ഥ. വണ്ടി 4:30 ആയിട്ടില്ല. ഇനിയും സമയമുണ്ട് 4:30 ആകാൻ വേണ്ടിയിട്ട്. ഇനി 4:30 ഏകദേശം ഒരു 6 മിനിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ 4:24 ഇപ്പോൾ ടൈം. ഇനി അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ടൈം ആവും. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ബസ് നല്ല ബസ്സാണ്, കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ, മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്കുള്ള പറഞ്ഞിട്ട സീറ്റാണ്. അതുകൊണ്ട് വണ്ടി വരില്ല. 4:30 എന്നുള്ള സമയം വരെ വണ്ടി ഇടുന്നു. ഇത് 4:00 മുമ്പേ തോന്നുന്നത്. 4 മണിയാകുമ്പോൾ വണ്ടിയോടെ കൊണ്ടുപോയിരുന്നു. മഞ്ചേരി മറ്റേ കോൾഡ് ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സുഖസുന്ദരായ യാത്രയെ ഒന്നും അറിയണ്ട.
അതാണ് ഇതിൻ്റെ പ്രത്യേകത. 4ക്ക് വണ്ടി എടുക്കും, 6:30 ആകുമ്പോൾ അവിടെ എത്തും. എന്നുവെച്ചാൽ ഇവിടുന്ന് 4ക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2.5 അല്ല 3 മണിക്കൂർ പോകുന്നത്. 1/2 ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ 2.5 കൂട്ടുമ്പോൾ 1 മണിക്കൂറല്ലേ, അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും തോന്നുന്നുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കലക്കിൽ കുറച്ച് ബാക്കാണ്, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ ഗ്യാപ്പാട്ടോ. 2.5 അല്ല 2 മണിക്കൂറുള്ളൂ. എനിക്ക് തെറ്റിയതാണ്, കറക്റ്റ് 2 മണിക്കൂറുള്ളൂ ഗ്യാപ്പ്. ഒക്കെ ശരിയാവും. അങ്ങനെ വണ്ടി മൂവിങ് ആയിട്ടോ വണ്ടി മൂവിങ് ആയി. ഇപ്പോഴാണ് വണ്ടി എടുത്തു വിട്ടു. ഈ വണ്ടി പറക്കുമായിരിക്കും, നോക്കാം ഗൈസ്. മലപ്പുറത്തെത്തി, KSRTC മലപ്പുറത്താണ്. മക്കളെ അങ്ങനെ പൊന്നാനി എത്തിയിട്ടോ. ഞാൻ നല്ല ഉറക്കിയത്. സമയം അധികം ഒന്നായിട്ടില്ല, 6:21. 6:00ക്ക് എത്തുന്ന പറഞ്ഞത് ഗുരുവായൂർ. എന്താ നമുക്ക് നോക്കാം. എന്നൊരു വണ്ടി എടുത്തത് 4:45 കണ്ടില്ലേ, എന്താ നമുക്ക് അറിയാം. എത്ര പോവുകയുള്ള വണ്ടിയിൽ, എൻ്റെ വണ്ടിയിൽ. അയ്യോ അങ്ങനെയാവും കേട്ടോ കുട്ടികളെ. രണ്ടിലെ കേസ് പൊന്നാനി. ഇതാണ് പൊന്നാനി രാവിലെ തന്നെ ഫുള്ളാണ്. അങ്ങനെ ഹൈവേ കയറി പോയിക്കൊണ്ടിരിക്കുക. ഗുരുവായൂർ എത്തിയിട്ട് അങ്ങനെ കുറച്ചോനെ ഒന്നും പറയണ്ട. ഇപ്പോഴാണ് എത്തുന്നത്. എന്തൊരു തിരക്കാർ. രാവിലെയുള്ള ഹിന്ദിക്കാരാണെങ്കിൽ തേങ്ങ നല്ല ദേഷ്യം വന്നു. ചെങ്ങ എടുത്തിട്ട് ഓൻ്റെ സുഖത്തിന് ഉറങ്ങുക. എന്നിട്ട് ഞാൻ കടന്നിട്ട് എൻ്റെ ഊരിൽ നട്ടല് പോയ പോലെ ഉണ്ട്. അമർത്തിക്കിട്ടെന്ന് അതിൻ്റെ എൻ്റെ പുറം വന്നിട്ട് വേദനിച്ചിട്ട് ഞാൻ സഹിച്ചിരിക്കുന്നു ഇത്രയും നേരം. അമ്മോ ആ ബസ് തെറി പറയാനും പറ്റില്ല, കഷ്ടക്കാരെന്ന് പറയാം. അങ്ങനെ ഇവിടെ എത്തി ഗായ്സേ. പറയുന്നു ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലെ എന്താ അറിയോ, ഇത് ഫുൾ വീഡിയോ എടുക്കാനുള്ള ലെങ്ത് ഒന്നും ഈ ഫോണിന് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് എടുക്കുന്നത്. നല്ല സ്ഥലമല്ലേ, നല്ല രാവിലത്തെ നല്ല ആല് കാണാൻ നല്ല വൈബ് സ്ഥലം അല്ലേ. വൈബ് കുഴപ്പമില്ല. അതാണ് മൂത്രപ്പര. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സംഭവം ഉണ്ട് തോന്നുന്നു ഇവിടെ. അങ്ങനെ അത് സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ അവസാനം എന്താട്ടോ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അവരോട് പറയുകയാണെങ്കിൽ ആ പോകുന്ന ബസ്സിലിൻ്റെ പേഴ്സ് മറന്നു വെച്ചിട്ട് ഇനിയിപ്പോൾ അത് വൈറ്റിലേ പോയിട്ട് മേടിക്കണം. എങ്ങനെയുണ്ട്, നല്ലൊരു പണിയിട്ടില്ലേ? അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നിട്ടുണ്ടാവുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടല്ലേ. യാത്ര ഭക്തനൊന്നല്ല, എന്നാലും ചെറിയൊരു സങ്കടം തോന്നുക. ഇത് ഞാൻ വൈറ്റിൽ ഇവിടുന്ന് 84 കിലോമീറ്റർ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണം, കൊച്ചി പോകണം. യാത്ര ചെയ്ത് മടുക്കും ഞാൻ. നല്ല പണിയാണ്. പോലെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. ഓല് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. നോക്കട്ടെ, കുറച്ച് ഒരു തൃശ്ശൂർ എത്തിയെന്നാ പറഞ്ഞു. ഇനിയൊരു 1 മണിക്കൂറിലെത്തും. 8:45 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓടിച്ചാട്ടോ, കുടിച്ചായ ലൈറ്റ് മധുരമായിട്ടോ. മധുരം കൂടുതലാണോ? തോക്കരുത്. ഓക്കെ, തീരുമാനിച്ചു കഴിഞ്ഞു. ചേച്ചി കളിപ്പില്ല രാവിലെ തന്നെ. ചായ കുടിച്ചോണ്ടിരിക്കട്ടോ. ആണ് ചായ കുടിച്ചായ. എന്താ പറയാ, ഇതാണ് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ഈസ്റ്റ് നട അഥവാ ഫ്രണ്ട് നട ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഫ്രണ്ട് നടയിൽ എത്തിട്ടോ. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രം. അതിൻ്റെ ഫ്രണ്ട് നടയാണിത്. കണ്ടില്ലേ, നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. തിരിച്ചേ ഹായ് ചേച്ചി ഇവിടെ നോക്കി. ചേച്ചി നാണം, അവരൊക്കെ നാണം.
അയ്യോ ഞാൻ ചെരുപ്പ് വെക്കട്ടെ, ഞാൻ ചെരുപ്പ് വെക്കാൻ പറഞ്ഞു. എവിടെയെല്ലാം മോഷ്ടിച്ചു പോയില്ലെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ രക്ഷപ്പെടാം. RPF ഉദ്യോഗസ്ഥർ എല്ലാം ഉണ്ട്, ഫുള്ള് സജ്ജീകരണത്തോടെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പം വീഡിയോ എടുത്തന്നെ ഇപ്പം ഇനി വേറെ വല്ലതും കിട്ടുമോ, ഫൈൻ വല്ലതും കിട്ടണമെന്നറിയില്ല. എന്നാലും നോക്കാം, നമുക്ക് ആലോചിക്കാം അല്ലേ, നമുക്ക് ഫൈൻ വല്ലതും കിട്ടുമെന്നൊക്കെ ആലോചിച്ച് നോക്കല്ലേ, എങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കല്ലേ. ആ എനിക്ക് പ്രോബ്ലം എടുത്തോളൂ എടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ ഇതാണ് ഗുരുവായൂർ അമ്പലം. ദീപ്തി ഫേമസ് ആണെന്ന് എഴുതിയിട്ട് ഭയങ്കരമായിട്ട് വീടിന് മുമ്പിലേക്ക്. എന്താണ് ദീപ്തി കുറച്ച് ഉളുപ്പ് ജയിക്കടി ജയിക്കോ അങ്ങനെ കണ്ടില്ല. അങ്ങനെ ഇതാണ് ഗുരുവായൂർ അമ്പലം. ഇതാണ് വരി നിൽക്കേണ്ട സ്ഥലങ്ങൾ. ചേച്ചി അതാണ് മുംതാസ് കൈ കാട്ടിയത്. നൈസായിട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് നെൽപുത്തൂർ ഓഡിറ്റോറിയം. അങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ കണ്ടോ. ഓം നമോ നാരായണായ നമ, ഓം നമോ ഭഗവതി. ഇതൊക്കെ രസമാണ്, ഇതൊക്കെ ഒരു ചൈതന്യമാണ്, ഭഗവാന്റെ ചൈതന്യമാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാനും അവനാൻ്റെ കാര്യങ്ങൾ നടക്കാനൊക്കെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ലോക സമസ്ത സുഖിന ഭവന്തു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇവിടെ വരുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ വൈറ്റപ്പ് ചെയ്യും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ നല്ല രീതിയിൽ വരി നിൽക്കുന്നു. ഒരു 2.5-3 മണിക്കൂർ ഞങ്ങൾ വരി നിന്നിട്ടാണ് ഇപ്പോൾ കാണും. ഇപ്പോൾ ഞങ്ങളൊന്ന് ഫ്രീ ആയി തുടങ്ങിയത്, മൊത്തത്തിലൊന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3:38. ഒന്നും പറയാനില്ല, ലാഗൊന്നുമില്ല, സമയം നൈസാണ്. അവരവിടെ ഫോട്ടോസ് എടുത്ത് കളിക്കുകയാണ്. ഇന്നത്തെ ദിവസം സംഭവം ചോറാണ്, എങ്കിലും സെറ്റാണ് മൊത്തത്തിൽ. കുടിവെള്ളത്തിൻ്റെ വണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയമാണത്. ഇത് ഈസ്റ്റ് നട. കുറച്ച് ഇതിൻ്റെ ഇപ്പം ഞങ്ങൾ ആ കാണില്ലേ ആ മരം നിൽക്കണേ, ആ മരം നിൽക്കണേ അവിടെ നിന്ന് കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളങ്ങനെ എന്നാ കണ്ടോ. ഇതാണ് ദീപ്തി കേട്ടോ, അതാണ് മുംതാസ്, അതാണ് ശ്രീജ ചേച്ചി. അങ്ങനെ ഇതാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്. ഒന്നും പറയാനില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. പൊട്ടൊക്കെ പുറത്തുമ്പോൾ ആയിരുന്നു. ഒന്നും പറയണ്ടെന്ന്, നിങ്ങൾക്ക് ചൂടുകൊണ്ട് തൊണ്ടവേദനയൊക്കെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് നോക്കിയിട്ട് ആന ഒറിജിനൽ ആന അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കുട്ടികളെ ഞങ്ങളെല്ലാവരും കൂടി ആനപ്പന്തലും പോയിക്കൊണ്ടിരിക്കുക. എവിടെയാണ് നോക്കാതെ ഓളം മുന്നിലെടുക്കുക. ഞങ്ങളപ്പോൾ ആനപ്പന്തൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ തിരിക ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അണ്ണ നല്ല പോക്കാം അല്ലേ. 60-65 പിടിക്കുന്നു. പാട്ടും. അപ്പൊ ഇതാണ് എന്താണ് ആന, ആനപ്പന്തി കേട്ടോ. ഞങ്ങൾ ആനപ്പന്തിയിൽ എത്താൻ പോവാണ്. പാർക്കിംഗ് ഏരിയ ആണത്. അപ്പൊ ആനപ്പന്തിയിലെത്തി. ഞാൻ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നു. എന്നൊക്കെയാണ് കാര്യങ്ങൾ. ആളുകളൊക്കെ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് കയറുന്നുണ്ട്. അപ്പോൾ ആനപ്പന്തി കയറണമെന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കണം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഇതാണ് ആനപ്പന്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മളെ കുട്ടികൾ. അപ്പോൾ ബാക്കി ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ആനപ്പന്തിൻ്റെ ഏകദേശം ഉൾവശത്താണ്. പിന്നെ മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് 25 രൂപയൊക്കെയാണ്. നോക്കട്ടെ. അങ്ങനെ ആനപ്പന്തി. അങ്ങനെ ഗുരുവായൂർ ദിവസം പോകുന്ന ആനപ്പന്തി. അങ്ങനെയൊന്നും പറയല്ല, അടിപൊളിയാണ്. അവിടെ ഞങ്ങളിവിടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി പോവാണ്. സാധനങ്ങൾ വെക്കട്ടെ. കവറിലാണ് കൊടുന്നത്. ബാഗ് കിട്ടിയില്ല. ഒരു മിനിറ്റ് എടി, എൻ്റെ ബാഗും വെച്ചോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഗായ്സ്, ഒന്നും പറയണ്ട. അങ്ങനെ ആനകളുണ്ട്. നമ്മളെ ദീപ്തിക്കുട്ടി ഉണ്ട് അവിടെ. കണ്ടില്ലേ അവിടെ ഇങ്ങനെ നിൽക്കണ്ടില്ലേ നമ്മൾ ദീപ്തിക്കുട്ടി. നമ്മളെ ചെക്കന്മാരുള്ള സ്ഥലത്താണ് അല്ലേ. നൈസാണ്. ആനകളുടെ അത്യാവശ്യം ആനകളൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ, അത്യാവശ്യം വലിയ ആനകളൊക്കെ ഉണ്ട് ആനപ്പന്തിയിൽ. നന്നായിട്ടുണ്ട്. ഒരാനനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. ഒന്നും പറയല്ല, സീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആനപ്പന്തി വന്നിട്ട് കാണേണ്ട കാഴ്ചകളാണ്. ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ ആനപ്പന്തിയിൽ വന്നിട്ട് കാണേണ്ട കാഴ്ചകളാണ്. കാണേണ്ടതാണ്, മസ്റ്റ് വാച്ചാണ് ഇതൊക്കെ. ഇവിടെ എന്തൊക്കെയാ ആംബുലൻസ്, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്.
എന്തോ തറകൾ കയറൊക്കെയുണ്ട്, പുരാതന തറയാണ് അവിടെ, എന്തോ തറ കയറൊക്കെയുണ്ട്. അവിടെ ചെന്നറിയാം എന്താണെന്നൊക്കെ. ജസ്റ്റ് നൈസാണ് സംഭവം, നൈസായിട്ട് ആനെ കുളിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ വലിയൊരു പാപ്പനുണ്ട്, ചെക്കൻ്റെ കണ്ടോ കൊമ്പൊക്കെ വരച്ചിട്ട് കഴുകുന്നുണ്ട്, ഒന്നും പറയാനില്ല. അത് കണ്ടില്ലേ, അവിടെ ആനപ്പാപ്പന്മാരിയ്ക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ പഴയതില്ല കണ്ടില്ലേ. അവിടെയാണ് നമ്മൾ ആനപ്പാപ്പന്മാരോട് അങ്ങനെ ഇരിക്കുന്നത്, എന്തൊക്കെയോ കുശല വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഒന്നും പറയില്ല. എൻ്റെ സൗണ്ട് പോയിക്കണം കേട്ടോ, ഒന്നാമത്തെ കാര്യം അതാണ്, വേറൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ സൗണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്. വലിയ വലിയ ആലുകൾ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ആലാണ് കേട്ടോ. അത്യാവശ്യം നല്ല പഴക്കമുള്ള അമ്പലം പോലത്തെ തറകൾ. ഇത് അമ്പലമാണ് തോന്നുന്നുണ്ട്, അമ്പലമാണോ ശ്രീകോവിലാണോന്നും അറിയില്ല, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് വലിയ അറിവില്ല. പക്ഷേ ഇത് കാണാൻ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട് കണ്ടില്ലേ. നൈസായിട്ട് നല്ല അത്യാവശ്യം നല്ല വലിയൊരു കുളമാണ്, ആനയ്ക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പോലെ. അല്ല അങ്ങനല്ല, ആണല്ലേ ആനയ്ക്ക് കുളിക്കാൻ പോലെ. കടം വാങ്ങിയിട്ടാണ് അവൻ വീഡിയോ എടുക്കണത്. അത് പലതും പറയും, നോക്കട്ടെ. ഇത് പറയേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ലല്ലോ, നാറ്റിക്കരുത്. അങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടല്ലേ, കണ്ടല്ലേ അത്യാവശ്യം പട്ടൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, വലിയ ലോറിയിൽ കൊടുത്തിട്ട്. ലോറിയൊക്കെ പോയിക്കണേ, പട്ട മാത്രമേ ഉള്ളൂ, ആളല്ല പട്ട മാത്രമേ ഉള്ളൂ അല്ലേ മുത്താസ? അതെ, എന്ത് പറയാനാണ്. കണ്ടോ ഡെപ്യൂട്ടി ലിഫ്റ്റ് ഓഫ് എന്ന് വെച്ചാൽ ഓഫീസ് ഓഫ് ദ അതാണ്ടോ സംഭവം, ഓഫീസ് ഓഫ് ദ അതല്ല ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ലിഫ്റ്റ് ഓഫ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിനിമം വന്നിട്ട് മലയാളം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം എനിക്ക് വായിക്കാൻ അറിയാം, ഫ്രഞ്ചും അറിയാം. അങ്ങനെ ഇത് വെറും തള്ളല, നാളാണ്. എന്നിട്ടാണ് വലിയ വർത്താനം പോയത്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പുള്ളിക്ക് ഭയങ്കര നാണം, വലിയ വലിയ ഡയലോഗ് അടിക്കും. അവിടെ ഒരാൾ ഒന്നും അറിയാതെ ഭയങ്കര കൂളായിട്ട് നടന്നോണ്ട് വൈബ്, ഒന്നും പറയില്ല. അമ്മോ നിങ്ങൾക്ക് ചിരിച്ച് ചാവാനുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് എത്തൊക്കെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അവിടെ വലിയൊരു ആനക്കൊമ്പനുണ്ട്, അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട് കാണാൻ അത്യാവശ്യം. ഇത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളൊരു ആനയാണ് തോന്നുന്നത് കണ്ടല്ലേ, അത്യാവശ്യം ഏജ്ഡായിട്ട് നല്ലൊരു വലിയൊരു ആനയാണ്. ആൾ ഭയങ്കര ശാലമായിട്ടിരുന്ന് കഴിക്കുകയാണ്. പുറത്തിനെന്താ മുറിവോ വരണമെന്നുണ്ട്. ഒരു കുറുമ്പനാന അവിടെ ഉണ്ട് കണ്ടല്ലേ, ഒരു കുറുമ്പനാന അവിടെ ഉണ്ട്. പിന്നെ അവിടെ വേറെ ആനുണ്ട്. ഒരാളെ ആനയെ നോക്കി, ആനയെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വേറെ ഒരാളെ അന്തം വിട്ട് നോക്കിയിട്ടുണ്ടോ, ക്യൂട്ടായിട്ട് നോക്കണ്ടോ. എന്താ പറയാ, കുട്ടികളിടുന്നു, അങ്ങനെ പല ഓരോ നന്നായിട്ടുണ്ട്. ആന നന്നായിട്ടുണ്ട്, അതായത് ചെരിഞ്ഞിരുന്നു കേട്ടോ. ആന പട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ചാണ് അവന് കഴിക്കുന്നത്. ഇവിടെ ഒരു രണ്ട് പാപ്പന്മാരും കൂടിയിട്ട് അവിടെ ഒരു ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് കണ്ടോ, അടിപൊളിയായിട്ട് അവനെ കുളിപ്പിക്കുന്നുണ്ട്. കൈ നീട്ടി വിളിക്കണമെന്നുണ്ട്. ഞാൻ പോയില്ല കേട്ടോ, ഒറ്റ പേടിയാണ്. രണ്ട് കൊക്കുകൾ നല്ല സുഖിച്ചിരുന്ന് കുളിക്കുക ചെക്കൻ ഉണ്ടോ, ചെക്കൻ നല്ല സുഖിച്ചിരുന്ന് കുളിക്കണ്ടോ. പാപ്പന്മാർ ഇരുന്നിങ്ങനെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്, ചണ്ടി വിട്ടിട്ട് വരച്ച് കുളിപ്പിക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ആടി കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആടി കളിക്കുന്നുണ്ട്. നമ്മൾ ശ്രീചേച്ചി അവിടെ പോയിട്ട് നല്ല രീതിയിൽ വീട്ടിലെടുക്കുന്നുണ്ട്. അയ്യോ ചെക്കൻ നാണിച്ച് അങ്ങോട്ട് ആക്കിയപ്പോൾ വലിയ ആന ഉണ്ടല്ലേ, ലൈക്ക് മാമത്തിൻ്റെ പോലെയൊക്കെ വലിയൊരു ആന. അവൻ്റെ കൊമ്പ് കാണുമ്പോൾ ലൈക്ക് മാമത്ത്. പിന്നെ പിൻതലമുക്കാരെ നമുക്ക് ഓർമ്മ വരും ചിലപ്പോൾ കൊമ്പുകളെ കാണുമ്പോൾ കണ്ടല്ലേ, സത്യല്ലേ. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എൻ്റെ കൊമ്പ് കാണുമ്പോൾ അത്യാവശ്യം വലിയ നമ്മുടെ പണ്ട് കാലത്തുള്ള മാമത്തുകളെ പോലത്തെ വലിയ ഉണ്ടേ. എന്തായാലും ഗജവീരൻ ആണാണ് എന്തായാലും, പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ ഇറ്റ്സ് എ സോ പ്രെറ്റി ബ്യൂട്ടി. വലിയ പട്ടെടുത്തിട്ട് ചെക്ക കഴിക്കുന്നുണ്ടല്ലേ, കണ്ടോള് കഴിച്ചിട്ട് നല്ല അടിപൊളിയുള്ള ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളാണ്. കാരണം നമ്മളങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ട് ആസ്വദിക്കണമെന്നുള്ള അവൻ്റെ ഭക്ഷണം നല്ല രീതിയിൽ പാകപ്പെടുത്തി കഴിക്കുന്നു കണ്ടില്ലേ. അതാണ് അവൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ടുണ്ട് അവനെ കാണാൻ. ഞാൻ ആസ്വദിച്ചാണ് അവൻ കഴിക്കുന്നത്. എന്നെ നോക്കുന്നുണ്ട് കേട്ടോ, കണ്ണ് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നമ്മളെല്ലാ കുട്ടികളും ഉണ്ട്. ഒരാളവിടെ ഇന്ന് വർത്തമാനം പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ കാഴ്ചക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ട്. നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യ കുട്ടാ ഉണ്ടോ, ചെക്കൻ നോക്കി കണ്ണ് നോക്കല്ലേ, കണ്ണ് നോക്കരുതേ.
കണ്ണൊക്കെ നോക്കരുത്, അത് നല്ലതല്ല, അത് നമ്മളോട് ദേഷ്യപ്പെടും എന്നാണ് വിശ്വാസം കേട്ടോ. നമ്മളതിൻ്റെ അടുത്ത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പൂരത്തിൽ പോയപ്പോൾ അവിടുന്ന് ഒരു മാമൻ പറഞ്ഞു കണ്ണിലേക്ക് നോക്കരുത് ആനേൻ്റെ. നോക്കും, പക്ഷെ അത് നമ്മൾ നോക്കാൻ അതിനെ ആക്രമിക്കാനുള്ള വ്യക്തിയെല്ലാം മനസ്സിലായിട്ട് വരും. പക്ഷെ ചങ്ങല ഉണ്ട്, പക്ഷെ എന്നാലും ചങ്ങല പൊട്ടിക്കാൻ ആനയ്ക്ക് ശക്തി ആനേൻ്റെ ആ തിരിച്ചറിവില്ല, അറിയില്ല, അതുപോലെയാണ് കാര്യം. അപ്പോൾ നമ്മൾ അറിവില്ലാത്ത കാര്യത്തിൽ അവിടെ നിൽക്കരുത്. എല്ലാവരും കാണാൻ കൊതിക്കണ അപൂർവമായ കാഴ്ചകളിലൊന്നാണ്. കണ്ടോളൂ, കണ്ടോ ആനയ്ക്ക് വെള്ളം തുമ്പിക്കൈയിൽ കൊടുക്കുന്നു പാപ്പാന്. എന്നിട്ട് കണ്ടോളൂ അവനെ ഫുള്ള് തുമ്പിക്കൈയിൽ നിറച്ചിട്ട് കണ്ട കുടിക്കണേ. അത് നല്ല ഫോമിലാണ്, പിന്നെയും കുടിക്കുന്നു. നല്ല ദാഹിച്ച് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ. നമ്മളെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, എന്ത് പറയാനാണ്. പിന്നെ ഒരുത്തനവിടെ ഉണ്ട്, ഒരുത്തന് അവിടെ ഉണ്ട്, ഒന്നും പറയണില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുത്തനുണ്ടല്ലേ, ഒരുത്തനവിടെ കണ്ടോ, ഒരുത്തനവിടെ അങ്ങനെ തേച്ച് കഴിയുന്നുണ്ട്. വരച്ച് വെളുപ്പിക്കാന്നാവോ, നല്ല വര ഇറക്കിണ്ട് കേട്ടോ. കടുപ്പ അതല്ലേ തേച്ച് വെളുപ്പിക്കുമോന്ന് ഡൗട്ട്. അല്ല അങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മളാണ് ഇതൊക്കെ അല്ല ഞങ്ങളാണ് ഞങ്ങളാണല്ലോ, നിങ്ങളാവുമ്പോഴാണ് നിങ്ങളാവൂല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലേ. അങ്ങനെ ഇവിടെ 2 കാനകളുണ്ട്, ഇവിടെ 2 ചെക്കന്മാരുണ്ട്, സുന്ദരന്മാരുണ്ട് ഇവിടെ ഉണ്ടല്ലേ. അതേപോലെ തന്നെ അവിടെ 2 സുന്ദരന്മാരുണ്ട് ഉണ്ടോ, അവിടെ 2 സുന്ദരന്മാരുണ്ട് ഉണ്ടല്ലേ, ഉണ്ടോ അതുപോലെ തന്നെ കണ്ടല്ലേ, കണ്ടോ അടിപൊളിയായിട്ട് കണ്ടില്ലേ ഗൈസ്. അതൊക്കെയാണ് അങ്ങനെ നമ്മളെ ആനക്കുട്ടികൾ. എന്താണ് ആനക്കുട്ടിയാല ഓളെ ആനക്കുട്ടിയാല നമ്മളെ ചെക്കനുണ്ടല്ലോ ഇവിടെ, അടിപൊളി. എന്താ ഇവിടെ നമ്മളെ ബാക്കിൽ കണ്ട 2 ആനകളല്ലേ, അവരാണ് ഇവര്. കണ്ടോ നൈസാണ്. ഇതാണ് ഇതിലെ ഏറ്റവും ചെറിയ ആന തോന്നുന്നത്. അല്ല സോറി, അതാണ് തോന്നുന്നത്. ഇതാണ് നമ്മളെ വിത്തിക്കുട്ടി, ഇതാണ് നമ്മളെ ഇത് അങ്ങനെ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് എല്ലാവരും ആട്ടിറക്കി കേട്ടോ. ആട്ടിറക്കി ഞങ്ങളെല്ലാവരും ഇന്ന് 5 മണി ആയിരുന്നു, 5 മണി വരെ ഉള്ളത്. 5 മണി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു. അപ്പോൾ ഓള് വണ്ടി വരിക ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് കുറേ വീഡിയോ എടുത്തിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണം. എന്നിട്ട് പാടാണ്. ഇന്നലെ വേണ്ടിയില്ല, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആരും ചെയ്യരുതേ. ഇത് നെഗറ്റീവ് അല്ലേ, അവിടെ ഭയങ്കര നെഗറ്റീവാണ് സാറും. നന്നാവാൻ അമ്മയ്ക്ക് കണ്ടോ. ഇവിടെ ഒരാളെ എല്ലാം മുട്ടയൊക്കെ ഇട്ടി നമ്മളെ ചേച്ചി നമ്മളെ കുട്ടി അവിടെ പോയിട്ട് കണ്ടോ, മുന്താസായിട്ട് പോയിട്ട് എന്തൊക്കെ എടുക്കണൊക്കെ ഉണ്ട്, ബാഗൊക്കെ നിങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇറങ്ങുകയാണേ, വേറെ ഗേറ്റൊക്കെ പൂട്ടി കണ്ടില്ലേ, ഗേറ്റൊക്കെ പൂട്ടി ആൾക്കാരൊക്കെ പോയി. ഇവിടെ മഠത്തിലുള്ള വലിയ അപ്പൂപ്പന്മാരാണ് തോന്നുന്നു, അല്ല കോലൊക്കെ പോകുന്നുണ്ട്. അല്ല കളിയൊക്കെ അല്ല കേട്ടോ, അത് വിചാരിക്കരുത്. അല്ല പറയാണ് വലിയ അപ്പൂപ്പന്മാരാ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. ഇവിടുത്തെ മാമന്മാർ ഗേറ്റൊക്കെ പൂട്ടി കണ്ടോ, ഗേറ്റൊക്കെ പൂട്ടി. ടാറ്റ. അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, കള്ള സമ്മതിക്കൂല. എടി ഒന്ന് പറയടി, എനിക്ക് പറഞ്ഞ കേൾക്കും. ഒന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബെൽ ബട്ടൺ ഉണ്ടോ, ബെൽ ബട്ടത്തിന്റെ ആളോള് ചെയ്യണോ. ഓക്കെ ടാറ്റ.